ഗായ്സ്, അപ്പം ഞാൻ JCB കാണിച്ചു തരാം. അതിന് നിങ്ങൾ തിരക്കിടുന്നു വേണ്ട കേട്ടോ. നിങ്ങൾ JCB ഫാൻസ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അതിൽ പറഞ്ഞിരിക്കണമെന്നൊക്കെ ഒരു സംശയമുണ്ട്. ആ വീഡിയോ നോക്കണം. അപ്പോൾ നിങ്ങളെ പേരൊക്കെ ഇടുകയാണ്. ഇപ്പോൾ കുറേ പേരിട്ടാൽ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ ഈ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാമെന്ന് നോക്കട്ടെ. പറ്റുമെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ് ഒരു മിനിറ്റ് ഇത് പഠിപ്പിക്കും. 3, 2, 1 ഗോ. ഗായ്സ് എനിക്ക് താണാണ്. കാരണം എന്താ വെച്ചാൽ ആ വണ്ടിയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പുറത്ത് വിട്ടിട്ട്. അപ്പോൾ ഒരു നാണം. അവരിങ്ങനെ നോക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നാണുണ്ട് ഗായ്സ്. നിങ്ങൾക്കുണ്ടോ? അത് ചിലവർക്ക് പറയാൻ പറ്റൂല. ഞാൻ എന്നാലും JCB കാണിച്ചു തരാം. അതെ JCB കണ്ടോളൂ ഗായ്സ്. JCB കണ്ടില്ലേ? നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ പാർട്ട് 3 ഇടും, പാർട്ട് 4 ഇടും, പാർട്ട് 5 ഇടും, എത്ര വേണമെങ്കിലും ഇടും. പാർട്ട് 10 വരെ ഞാൻ എടുക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. കാരണം ഞാൻ അത്ര വീഡിയോസ് ഇടലില്ലല്ലോ. അതുകൊണ്ട് ഇനി പാർട്ട് 10 പാർട്ട് 100 വരെ ഞാൻ എടുക്കും. കാരണം വെച്ചാൽ എനിക്ക് വീഡിയോസ് ഞാൻ അത്ര ഇടലില്ല. അപ്പോൾ നിങ്ങൾ പറയും, ഇങ്ങനെ പറയാനുണ്ടെന്ന് അറിയും, എനിക്കറിയാൻ പറ്റും. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടപ്പോൾ അവരിങ്ങനെ പറയുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ നല്ല ഷോർട്സ് ഇടുന്ന ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട, ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. നിങ്ങളൊന്നും പറയരുത്, പാർട്ട് 100 എന്നൊന്നും വെച്ചിട്ട് നിങ്ങളൊന്നും പറയരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. നാളെ ഇടും, മറ്റന്നാൾ ഇടും, എപ്പോൾ വേണമെങ്കിലും ഇടും. അതിന് നിങ്ങളൊരു കുറ്റം പറയരുത്. നിങ്ങൾക്ക് ഇതായതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾ വീഡിയോസ് മാത്രം കാണണം. എന്താ വെച്ചാൽ നിങ്ങൾ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളെ ചാർജ് കുറയും. വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ചാർജ് അത്ര കുറയില്ല, കുറച്ച് മെല്ലല്ല കുറയുക. അതാണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാക്കണ്ടേ. ഞാൻ എപ്പോഴും വൈകുന്നേരം മറക്കണേ. ഞാൻ വീഡിയോ എടുക്കണം എന്ന് കുറേ പ്രാവശ്യം ഞാൻ എൻ്റെ ചിന്തിക്കലുണ്ട്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ചിന്തിക്കലുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ മറക്കുകയാണ് ഗായ്സ്. ഇനി ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് ഞാൻ എന്തായാലും നാളെ മറ്റന്നാളൊക്കെ വീഡിയോ ഇട്ടാളാം. ഞാൻ ഉറപ്പായിട്ടും ഷുവറായിട്ടും ഞാൻ ഇട്ടും. നാളെ ചിലപ്പോൾ അങ്ങ് മറന്നാൽ ഞാൻ അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയും. ഇനി നാളെ എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടണേ, എപ്പോഴും വീഡിയോ എടുക്കാൻ കിട്ടണേ, ഇൻഷാ അല്ലാ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മറക്കൂല. നമ്മൾ രാവിലെ തന്നെ എണീറ്റാലോ വൈകുന്നേരം എനിക്ക് നാളെ രാവിലെ തന്നെ വീഡിയോ എടുക്കണം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, നമുക്ക് അത് ഓർക്കാൻ അല്ലാഹു തരും. അത് ഉറപ്പല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ നമുക്ക് വീഡിയോ എടുക്കാം. ഇൻഷാ അല്ലാ. നിങ്ങൾ ഇൻഷാ അല്ലാ പറഞ്ഞാളെ, ഞാൻ ചിലപ്പോൾ മറക്കും. അങ്ങനത്തോളാണ് ഞാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞാൻ മാങ്ങ കാണിച്ചു തരാം. എൻ്റെ തോട്ടത്തിലുണ്ട്, അപ്പുറത്തെ വീട്ടിലുണ്ട്. ആ രണ്ടും കാണിച്ചു. എൻ്റെ കുഞ്ഞാണ്, വളരാനായിക്കണം. ചെറിയ മാങ്ങകളൊക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഈ 2 മാസം കൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് 2 മാസമല്ല, 3 ദിവസമായി, 1 മാസം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ 2 മാസം കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ലിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ മാങ്ങ കാണിച്ചു തരാം. ഗായ്സ്, അപ്പോൾ ഞാൻ കയറട്ടെ. കയറാൻ തന്നെ പണിയാണ് ഇവിടെ. ഞാൻ ഇവിടെ വെക്കട്ടെ ഗായ്സ്, ഒരു മിനിറ്റ്.
ഗൈസ് വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. കാണിച്ചത് ഇറങ്ങട്ടെ. ആ വിശപ്പുറത്തോട്ട് കുട്ടിയും കിട്ടും. ഞാൻ കാണിച്ചു തരാം. എവിടെ എടാ നിങ്ങളിവിടെ എവിടെയെങ്കിലും മാങ്ങണ്ട അത് കണ്ടില്ല നിങ്ങൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കൈ പിടിച്ചാൽ പൊട്ടും. ആണ് വലിയ വലിയ മാങ്ങകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ പഠിച്ചവരെ ഇവിടൊക്കെ വളരിട്ട് ഞാൻ നമുക്ക് പോവാം. വെറുതെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. മുല്ലകൾ വളരുന്നു. ആ ചെറിയ ഉറുമ്പിട്ട് വെച്ചാൽ ഇപ്പോൾ വീണേനെ ഞാൻ ഇവിടെ പിടിച്ച് വരികയാണ്. ഇറങ്ങി എങ്ങനെ ഞങ്ങളെ വീട്ടിൽ ക്യാമറ ഉണ്ട്, കാണിച്ചു തരാം ഗായ്സ്. അവിടെ ഒരു ക്യാമറ, അവിടെ ഒരു ക്യാമറ, പിന്നെ ക്യാമറ ഉണ്ടോ. ഇനി ഒരു ക്യാമറ മാത്രം വെക്കാനുള്ളൂ. എൻ്റെ ക്യാമറ വെക്കണം. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. അതാണ് ഞാൻ വീട്ടിൽ കിടന്നത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് തരണം. ഓക്കെ, കുറേ പേര് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇൻസ്റ്റഗ്രാമിൽ കുറേ ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഫോളോ ചെയ്യുന്നുണ്ട്. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവരിറങ്ങാൻ നിൽക്കട്ടോ. അപ്പോൾ അവിടെ പിന്നെ എങ്ങനെ പിടിക്കണം, മൈക്കൊക്കെ ഉണ്ടോ എങ്ങനെ പിടിക്കണ അതൊക്കെ നിങ്ങൾ വേങ്ങിച്ചേരും. അപ്പോൾ യൂട്യൂബിൽ നിൽക്കണം, കുറേ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോ ചെയ്യേണ്ടത്. എൻ്റെ പറയാൻ പറ്റാത്ത ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര